അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കഴിഞ്ഞ ദിവസം എൻ്റെ സിസ്റ്ററുടെ വീട്ടിൽ മഗ്‌രിബിന് ശേഷം ഒരു സൽക്കാരം ഉണ്ട്. ആ സൽക്കാരത്തിന് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സൽക്കാരത്തിന് പോകാൻ വേണ്ടി നോക്കുമ്പോൾ എഷാ മഗ്‌രിബിന് ഇടയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എഷാ നിസ്കാരം മിസ്സാവും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, നമുക്ക് എഷാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പോയാൽ മതി. അങ്ങനെ ഇഷാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ എത്തിയത്. സ്വാഭാവികമായിട്ട് മറ്റ് ഗസ്റ്റുകളൊക്കെ തന്നെ അപ്പോൾ എത്തുന്നു മാത്രമേ ഉള്ളൂ. ഇവിടെ സഹോദരങ്ങൾ, നമ്മളിപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമസ്കാരത്തിന് നമ്മൾ മുന്തിയ പരിഗണന നൽകുന്ന ഘട്ടത്തിൽ ഒരുപാട് വിജയങ്ങൾ, ഒരുപാട് സമാധാനം നമ്മുടെ ലൈഫിൽ അള്ളാഹു നൽകും. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന വലിയൊരു അബദ്ധം നമസ്കാരത്തെ നമ്മൾ മാറ്റി വെക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിതാബൻ മൗക്കൂത്ത, സമയബന്ധിതമായ ഒരു കർമ്മമാണ് നിസ്കാരം. ആ നിസ്കാരത്തെ നമ്മൾ മുന്തിപ്പിക്കുക, അല്ലെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുക്കുക, മുൻഗണന കൊടുക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജീവിതത്തിൽ വിജയം ലഭിക്കണമെങ്കിലും മനസ്സമാധാനം ലഭിക്കണമെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ നിർവഹിക്കപ്പെടണമെങ്കിലും അള്ളാഹുവെ സ്മരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞത് അഖിമി സ്വലാത്ത ലിദിക്രി, എന്നെ സ്മരിക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ സ്മരണ നഷ്ടപ്പെടുന്ന ഒരവസരവും വിശ്വാസികളായ നമുക്കുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ ഏറ്റവും മുന്തിയ പരിഗണന നൽകേണ്ടത് അള്ളാഹുവിന്റെ ദിക്റിനാണ്, അള്ളാഹുവിന്റെ നമസ്കാരത്തിനാണ്. ആ നമസ്കാരത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല.